ഓണമൊക്കെ അടുത്തെത്തിയത് കൊണ്ട് രാവിലെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ആലപ്പുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും കൊച്ചും ചേട്ടായിയും അച്ചാച്ചിയും കൂടി കേട്ടോ പോയത്. അപ്പം ഞങ്ങൾക്ക് പോകുമ്പോൾ പൂ വാങ്ങണം, പിന്നെ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളും, പിന്നെ കുഞ്ഞിനും ഡ്രസ്സ് എടുക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പോകുന്ന ഒറ്റ പണിക്ക് തന്നെ തീർത്തിട്ട് വരാമെന്ന് ഓർത്തുകൊണ്ടല്ലേ. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് പൂ കിടക്കുന്ന കേട്ടോ. വഴി സൈഡെല്ലാം നല്ല രീതിക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും ഓരോ റേറ്റ് കേട്ടോ. ചിലടത്ത് ചോദിക്കുമ്പോൾ ഭയങ്കര റേറ്റാണ് പറയുന്നത്. ആകെ കുറച്ച് റേറ്റ് കുറവെന്ന് പറയാനുള്ളത് ഈ കിടക്കുന്ന ബന്ദിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ എടുക്കുന്ന വൈറ്റ് പൂ 1 കിലോ റേറ്റ് ചോദിച്ചപ്പോൾ 800 രൂപ കേട്ടോ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അതൊക്കെ ഒരു 1/2 കിലോ ആയിട്ട് മേടിച്ചു. തട്ടിയിട്ട് നമ്മുടെ അത്യാവശ്യം 100-800 രൂപയുടെ പൂ നമ്മൾ ഫുള്ള് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ഞാൻ നേരെ പോകുന്നത് എനിക്ക് തയ്ക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണ്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം എടുത്ത നൈറ്റി തുണിക്കൊന്നും തയ്ക്കാൻ നൂലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് നൂലും ലേസും ഒക്കെ മേടിച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇതേ ഫ്രണ്ടിലൊരു മാവേലി നിൽക്കുന്നു. അപ്പം ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് മാവേലി എടുത്തിട്ട് പോയിട്ട് അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത്, ഒരു അഹങ്കാരമില്ലാത്ത മാവേലിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് മാളിലേക്ക് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. മാളിൽ കയറിയപ്പോൾ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ പുറത്ത് വന്നിട്ട് കേട്ടോ എടുത്തത്. മാളിൽ നിന്ന് നമ്മുടെ ലൂക്കോയ്ക്ക് കൊടുക്കാനുള്ള ഫുഡും പായസക്കൂട്ടും മാത്രമൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പച്ചക്കറിയൊക്കെ ഞാൻ അത്ര വലിയ കൂടുതലായിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സത്യവട്ടമൊക്കെ ഒരുക്കണമല്ലോ. അപ്പോൾ അതിനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ പച്ചക്കറിക്കൂട്ടും കുറച്ച് എല്ലാം ഞാനും ചേച്ചിയും കൂടെ തട്ടിക്കൂട്ടിയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ മറന്നു പോകാതിരിക്കാനായിട്ട് ഞാനൊരു ലിസ്റ്റൊക്കെ എഴുതി കേട്ടോ വന്നത്. ഇവിടെ വന്നിട്ട് മാത്രമേ കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനും ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വീട്ടിൽ വന്ന ചോറൊക്കെ ഉണ്ട്, കുറച്ച് നേരം ഞങ്ങൾ പുറത്തിരിക്കുക കേട്ടോ. നല്ല ചൂടായിരുന്നു കേട്ടോ ഞങ്ങൾ പുറത്ത് പോയിട്ടും. അപ്പോൾ കുഞ്ഞിന് പുറത്തുനിന്നാണെങ്കിലും ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അവൾക്ക് കഴിഞ്ഞ ദിവസം നല്ല രീതിക്ക് വയറുവേദന ഇരുന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഇൻഫെക്ഷൻ ആയിരുന്നു ഈ പുറത്തെ ഫുഡിൻ്റെയൊക്കെ കേട്ടോ. അപ്പോൾ ഇവൾ കൂടുതലും ബിങ്കോയും ലേസും ഒക്കെ തിന്നുമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇപ്പോൾ പുറത്തുനിന്നൊന്നും കൊടുക്കാറില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അച്ചാച്ചയൊക്കെ ഇത് നേരെ കൂട് പണിയാൻ പോയിട്ടോ വന്നത്. അവർ വന്ന് ചോറും കഴിച്ച് പട്ടിയുടെ കൂടൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നുകൊണ്ട് അത്യാവശ്യം കുറേ തീരുമെന്നും പറഞ്ഞ് വന്നതേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഉത്രാടമായിട്ട് ഇതായിരുന്നു കേട്ടോ നമ്മുടെ